നമസ്കാരം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ട്രംപിന്റെ സാമ്പത്തിക അജണ്ട. വളർച്ചയുണ്ടായി, പക്ഷേ പണപ്പെരുപ്പവും തൊഴിൽ മാന്ദ്യവും. ട്രംപിന്റെ രണ്ടാം ടേമിലെ ഒരു വർഷത്തിനുള്ളിൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ ശക്തമായ വളർച്ചയും ടെക് നിക്ഷേപ ബൂമുമുണ്ടായി. എന്നാൽ തൊഴിൽ വളർച്ച നിലച്ചു, പണപ്പെരുപ്പം നിലനിന്നു. ടാരിഫ് പോളിസികൾ ചില വാഗ്ദാനങ്ങൾ നിറവേറ്റിയെങ്കിലും ദീർഘകാല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ ആഗോള ഇന്ത്യൻ ബിസിനസ് മേഖലയിൽ ജാഗ്രതയുടെ ദിവസമായിരുന്നു. യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ 15% ഗ്ലോബൽ ടാരിഫ് ഭീഷണികളും ആന്ത്രോപിക് പോലുള്ള കമ്പനികളുടെ പുതിയ ടൂളുകളുടെ AI ഡിസ്റ്റർബൻസ് ഭയവും വിപണികളെ ബാധിച്ചു. ഇന്ത്യയിൽ IT ഓഹരികൾ ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര തുടങ്ങിയവ 5-8% വരെ ഇടിഞ്ഞത് പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. നിഫ്റ്റി IT 30 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് 1% ഇടിഞ്ഞു. സെൻസെക്സ് 1069 പോയിന്റ് താഴ്ന്നു. ഫെബ്രുവരി 24 BSE സെൻസെക്സ് 82,225.92 NIFT 25,424.65 ക്ലോസ് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ടാരിഫ് ഭീഷണികളും AI അധിഷ്ഠിത ഡിസ്റ്റർബൻസ് ഭയവും കാരണം വിപണി ഒരു ദിവസത്തിനിടെ 1.28% ഇടിഞ്ഞു. IT സെക്ടർ 4.74% താഴ്ന്നു. ഫാർമ, മെറ്റൽ സെക്ടറുകളിൽ മാത്രമാണ് ചെറിയ നേട്ടം കണ്ടത്. നിവിഡിയ റിസൾട്ടുകൾ. AI മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പരീക്ഷണം AI ചിപ്പ് ഭീമനായ നിവിഡിയയുടെ ക്വാർട്ടർലി ഫലങ്ങൾ വരാനിരിക്കെ മത്സരം കൂടുന്നതിനാൽ AI മാർക്കറ്റ് ടെൻഷനിലാണ്. റോയിട്ടേഴ്സ് പറയുന്നത് പ്രകാരം കമ്പനിയുടെ ഡോമിനൻസ് തുടരുമോ എന്നതാണ് നിക്ഷേപകരുടെ പ്രധാന ചോദ്യം. ഹെഡ്ജ് ഫണ്ടുകൾ ടെക് ഓഹരികളിലേക്ക് തിരിച്ചുവരുന്നു. ആഴ്ചകളോളം വിൽപ്പന നടത്തിയ ഹെഡ്ജ് ഫണ്ടുകൾ ടെക് സ്റ്റോക്കുകളിലേക്ക് വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങി. AI ഡിസ്റ്റർബൻസ് ഭയമുണ്ടെങ്കിലും ചില ഫണ്ടുകൾ ദീർഘകാല അവസരം കാണുന്നതായി റിപ്പോർട്ടുകൾ. സൈഫി ഇൻഫിനിറ്റ് $4.2 ബില്യൺ വാല്യുവേഷനോടെ ഇന്ത്യൻ IPOയ്ക്ക് തയ്യാറെടുക്കുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ സൈഫി ഇൻഫിനിറ്റ് $4.2 ബില്യൺ വാല്യുവേഷനോടെ IPO നടത്താൻ ഒരുങ്ങുന്നു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മിഡ് ക്യാപ് സെഗ്മെന്റിലെ ശക്തമായ നിക്ഷേപ ആകർഷണത്തിന്റെ ലക്ഷണമാണിത്. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.